ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ, പെർമനൻറ്റ് സ്റ്റെറിലൈസേഷൻ, അത് പല മെത്തേഡ്സ് ഉണ്ട്. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വിതിൻ 48 hours പോസ്റ്റ് പാർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറയും. അത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. എന്നാൽ നമ്മൾ തിയേറ്ററിൽ കൊണ്ടുപോയി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. വളരെ ചെറിയ ഒരു ഇൻസിഷൻ ഇട്ട് നമുക്ക് ആ സമയത്ത് ട്യൂബ്സ് ടൈ ചെയ്യാൻ കഴിയും. കാരണം ഡെലിവറി കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് യൂട്രസ് ഫുൾ ഭാഗം അടുപ്പിച്ച് ഒരു അബ്ഡോമിനൽ ഓർഗനായിട്ട് തന്നെ ആ യൂട്രസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്യൂബ്സ് ആക്സസ് ചെയ്ത് അതിനെ ടൈ ചെയ്യുവാനായിട്ട് കഴിയും. എന്നാൽ സിസേറിയൻ ആണെങ്കിൽ വളരെ എളുപ്പമാണ്. ആ സിസേറിയന് വേണ്ടി വയറ് തുറന്ന് കുഞ്ഞിനെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതൊരു സെപ്പറേറ്റ് സർജറി അല്ല, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ശരി 2 കുട്ടികളായി 3 കുട്ടികളായി, ഡോക്ടറെ ഇനി ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നൊരു ഉറച്ച തീരുമാനമാണെങ്കിൽ ബേബിയെ പീഡിയാട്രീഷ്യനെ കാണിച്ച് കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിതിൻ 5 minutes സിസേറിയൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്രസവം നിർത്തുന്ന സർജറിയും കൂടെ ചെയ്യുവാനായിട്ട് കഴിയും.